ഈ വണ്ടി ബിൽഡ് ചെയ്തത് തന്നെ ഞാനാണ്. എന്റെ ഈ സ്വർണ്ണ കൈകളാണ്. അതെ അതെ. ഇപ്പം ഇന്ന് ജൂലൈ 11, 2023. ഇന്ന് നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ എന്നൊന്നും അറിയില്ല. ഒരു വലിയ ബിഗ് പർച്ചേസിന് പോവുകയാണ്. ആസ് യൂഷ്വൽ കാർ എടുത്തിട്ട് സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. ഒരു പുതിയ സൈക്കിൾ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ സൈക്കിൾ, ഒരാൾ യൂസ് ചെയ്ത സൈക്കിളാണ്. ഇപ്പം അങ്ങോട്ട് പോട്ടെ. ഒരു സ്റ്റീൽ ബൈക്കാണ് എടുക്കാൻ പോകുന്നത് ഗൈസ്. ഞാൻ ഫേസിലേക്ക് ക്യാമറയും വെച്ച് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെന്താ, സൈക്കിൾ ഏതാണെന്നും അതായത് ബൈക്ക് ഏതാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യാം, ഫിലിം ചെയ്ത് വെക്കാം. അപ്ലോഡ് ചെയ്യുമെന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തുനിന്ന് എണീച്ചിട്ട് സാധനം വാങ്ങാൻ പോകുന്ന കാര്യമാണ്. ഞാൻ ഒരു കുറച്ച് മുന്നേ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയപ്പം കഫേ സ്റ്റാറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ബൈക്കിന്റെ സെയിൽ പോസ്റ്റ് ഫേസ്ബുക്കിലും 2-3 വെബ്സൈറ്റിൽ ആപ്പിലൊക്കെ ആയിട്ട് ഓണർ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കോട്ട് ചെയ്ത റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇപ്പം മാർക്കറ്റ് ടോട്ടലി ഡള്ളായതിനെ കൊണ്ട് നല്ല രീതിക്ക് റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലം ബൈക്കാണ്. ഒരു ഓൾമോസ്റ്റ് 2.85 ലാഖിന്റെ ഒരു ബിൽഡൊക്കെയാണ്. ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായതിനെ കൊണ്ട് ഒരു നല്ല ഡീലിന് കിട്ടുന്നുണ്ട്. എനിക്കറിയൂല ഇത് ചെയ്യുന്നത് മണ്ടത്തരാണോ അടിപൊളിയാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഈ സൈക്കിൾ എന്നൊക്കെ പറയുന്ന സംഭവം സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് തരുന്ന ഒരു സാധനം അതിനെ കൊണ്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് ഡീലാക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നേ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ചെയ്തത് വല്ല മണ്ടത്തരാണെങ്കിൽ ഈ മൂമെന്റ്സ് ഒന്നും കൂടി കണ്ട് കരയാം, ചെയ്തത് അടിപൊളിയാണെങ്കിൽ ഈ മൂമെന്റ്സ് ഒന്നും കൂടി കണ്ട് കൈയടിക്കാം. ഒക്കെ എനിക്ക് തന്നെ വേണ്ടി ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഗൈസ്. ആസ് യൂഷ്വൽ കട്ട ട്രാഫിക്കാണ് ഇപ്പം. സോ ആസ് വെൽ ആസ് ദ റീസൺ ഈസ് പോസിബിൾ, ധാരാളം വെറൈറ്റീസ് ഓഫ് സൈക്കിൾസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട സൈക്കിൾ കാണുമ്പോഴാണല്ലോ നമുക്ക് വാങ്ങാൻ തോന്നുന്നത്. അയ്യോ, ലെജൻഡാണ് പോലും, ലെജൻഡ്. ആ മനസ്സിലായി. അപ്പൊ ഞാനൊരാളെ ഗേൾ ഫ്രണ്ടിനെയല്ലേ വാങ്ങുന്നത്. ഓ, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സൈക്കിൾ. ഒരു കിടിലം പോലത്തെ സാധനമാണ്. ഈ കാണുന്ന ഹബിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒച്ചയാണ് ഗൈസ് മെയിൻ. ആഹാ, disco. Yes. Why I should buy this? You should buy it because this is a custom built bike, exclusively customized by it was handpicked by Abraham sir, one of the veteran riders from Calicut. ആയിക്കോട്ടെ, അത് മതി. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് സൗത്ത് ഇന്ത്യയിലെ the single piece. South India. Perhaps in India you won't find it. Okay. Anywhere in India. അപ്പം ചെയ്യുന്നത് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അടുത്തുണ്ട് ഒരു ക്രോമോളി വീട്ടില്, ഫ്രെയിം മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. ബ്രിഡ്ജ് ക്ലബ് ഫുള്ളി വർക്കൊക്കെ ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഗൂഗിളിൽ തന്നെ കാണാം. അത് ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. യെസ്, യെസ്, ഓക്കെ. അപ്പം ഗൈസ് നമുക്ക് ഇത് ഡീലാക്കാം. കാർണറുകളല്ലേ? അതല്ലേ, 1, 2, 3, 4, 5, 7, 8 എടുത്തിട്ടുണ്ടല്ലേ? എനിക്കിത് മതി. ഈ ഐഡിയ പറഞ്ഞു തന്നത് അഖിലേഷ് ചേട്ടനാണ്. ഈ വണ്ടി ബിൽഡ് ചെയ്തത് തന്നെ ഞാനാണ്. എന്റെ ഈ സ്വർണ്ണ കൈകളാണ്. അതെ അതെ. പോയി നന്നായി വാ.
അപ്പൊ ഗൈസ് സാധനമൊക്കെ മേടിച്ച് സെറ്റായി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ പോയി ഫ്രണ്ട് വീലിട്ട് ഒരു 2 റൗണ്ട് ഓടിക്കണം. ഇതുവരെ ഈ വണ്ടി ഓടിച്ചിട്ടില്ല. ഈ വണ്ടി നല്ല ഒരു ഡ്രോപ്പ് ബാർ ഉള്ള സൈക്കിൾ ഞാൻ ജീവിതത്തിൽ നേരെ വന്ന് ഓടിച്ചിട്ടില്ല. ഇനി ഇതിൽ വേണം ഓടിച്ച് പഠിക്കാൻ. സ്വന്തമായി മേടിച്ച ഇങ്ങോട്ട് പോവാ ചങ്ങായി. സ്വന്തമായി മേടിച്ച ടാറ്റ സ്വന്തമായി മേടിച്ച സൈക്കിളിൽ ഞാൻ ഇനി ഓടിക്കാൻ പഠിക്കുന്നതായിരിക്കും. അതായത് ഡ്രോപ്പ് ബാർ മാച്ച് എന്തൊക്കെയോ ഞാൻ പറയുന്നു.